വിജയന്റെ ജനനായകനോട്ട് റിലീസ് ആക്കണമില്ല. എന്നാൽ കേരള സ്റ്റോറിക്കാണെങ്കിലോ ഫുള്ള് സപ്പോർട്ടും നാഷണൽ വൈഡ് പ്രൊമോഷൻ പോലെ തന്നെ ടാക്സ് ബെനിഫിറ്റും അതിനുണ്ടായിട്ടുണ്ട്. BJP സപ്പോർട്ട് ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിൽ ഫുള്ള് ബാക്കപ്പ്. ഒപ്പോസ് ചെയ്യുന്ന സിനിമയാണെങ്കിലോ അതൊട്ട് വെളിച്ചം കാണത്തുമില്ല. സിനിമ പബ്ലിക് മൈൻഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയം തന്നെയാണ്. അതുകൊണ്ട് അതിലെന്തായാലും പൊളിറ്റിക്കൽ കൺട്രോൾ വരികയും ചെയ്യും. ജനനായകനാണെങ്കിൽ TVK ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നുള്ളത് ട്രെയിലർ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വിജയ് ഇപ്പൊ ഒരു തളപതി മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ എൻട്രി പ്രഖ്യാപിച്ച ഒരാളും കൂടിയാണ്. സിസ്റ്റത്തെ ഓപ്പൺലി ചലഞ്ച് ചെയ്യുന്ന ഒരു ഇമേജ് എന്തായാലും വിജയ് ഇപ്പൊ ബിൽഡ് ചെയ്ത് എടുത്തിട്ടുമുണ്ട്. പക്ഷെ വിജയ്ക്ക് അടിപതറി. കാരണം ഒരു സൂപ്പർ സ്റ്റാറിന് പവർ പൊളിറ്റിക്സിന് ബീറ്റ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. സിനിമ ഇറങ്ങിയ സക്സസ് എന്തായാലും വിജയ് ഫാൻസ് കൊടുക്കുമെന്ന് ഉറപ്പാണ്. സിനിമ വെളിച്ചം കാണണമെങ്കിൽ എന്തായാലും ഫാൻസിനെ കൊണ്ട് പറ്റില്ലല്ലോ. അതിനെന്തായാലും ഒരു പവർ സിസ്റ്റം തന്നെ ഉണ്ടല്ലോ, അവർക്കല്ലേ കഴിയുകയുള്ളൂ. കേരളത്തിൽ ഓഡിയൻസ് കുറച്ച് സെന്റിമെന്റ്സ് ഉള്ളവരാണ്. ബീഫിന്റെ പ്രോബ്ലം കൾച്ചറൽ ഐഡന്റിറ്റി പൊളിറ്റിക്കൽ നെറേറ്റീവ് ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് റെസിസ്റ്റൻസ് ഉറപ്പാണ്. കാരണം കേരളത്തിലെ ആളുകൾ ലോജിക്കലി ചിന്തിക്കുക എന്ന് പറയുന്നത് വെറുതെയാണ്. ഇമോഷണൽ മാർക്കറ്റ് തന്നെയാണ് കേരളത്തിലെ വ്യക്തികൾ. അതുകൊണ്ടാണല്ലോ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ഉള്ള സിനിമകൾക്ക് നല്ലൊരു ഓപ്പണിംഗ് കേരളത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ സിനിമ പബ്ലിക് റിജക്ട് ചെയ്ത പൊളിറ്റിക്സിന് ഒന്നും അവിടെ ചെയ്യാൻ പറ്റാറുമില്ല. ഇന്നത്തെ സിനിമയിൽ ഒരു സ്റ്റാർ പവർ എന്തായാലും പോരാ. ഓഡിയൻസിന് എന്തായാലും ഒരു ട്രസ്റ്റ് വേണം. അതുകൊണ്ട് ഈ എക്സ്ട്രീം പൊസിഷനിങ് കാണിക്കുമ്പോൾ ഹൈ റിസ്ക് തന്നെയാണ്. വിജയ് മാസ് പവർ ഉള്ള ഒരു സ്റ്റാർ തന്നെയാണ്. പക്ഷെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് എന്തായാലും ഇമോഷണൽ അപ്രോച്ച് പോരാ. അങ്ങനെയുള്ള ഒരു സർവൈവ് ചെയ്യില്ല. അതിന് ബുദ്ധി തന്നെ ഉപയോഗിക്കണം. കാരണം വിജയന്റെ ജനനായകൻ റിലീസ് ആവാത്തതിന് കാരണം BJP വിളിക്കുമ്പോൾ അവരുടെ അടുത്ത് പോവാത്തോണ്ട് തന്നെയായിരുന്നു. പക്ഷെ BJP വിളിച്ചിട്ട് അവരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ AIDMK MLA-മാരെല്ലാം TVKക്ക് ചേരുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു പവർ പാർട്ടി ആവാൻ TVKക്ക് കഴിയുമായിരുന്നു. പക്ഷെ ഓവർ കോൺഫിഡൻസ് കാരണം ഇപ്പൊ എല്ലാം തകിടവും പറഞ്ഞു. ഇപ്പൊ എന്തായാലും TVK ജയിക്കാൻ വലിയ സാധ്യത കാണുന്നില്ല. 40 പേര് മച്ചവും കൊണ്ട് അത് വിജയ്ക്ക് നല്ല ചീത്തപ്പേരായിട്ടുണ്ട്. അതിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പോരാത്തതിന് സിനിമയും റിലീസ് ആക്കാൻ പറ്റുന്നില്ല. ആകെ കൂടെ ശരിക്കും വിജയപ്പെട്ടു. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും കേരള സ്റ്റോറിയിലെ ഡയറക്ടർക്ക് നല്ല ബുദ്ധിയുണ്ട്. കാരണം BJPനെ സപ്പോർട്ടും ചെയ്തു, BJPന്റെ പൈസയും കൊണ്ട് സിനിമ എടുത്തു. അതെന്തായാലും ഇന്ത്യയിൽ മൊത്തം അറിയുകയും ചെയ്യും. ഇനി അതെന്തായാലും കളക്ഷൻ റെക്കോർഡ് ഓടും. എന്തൊക്കെ പറഞ്ഞാലും സിനിമ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ ലാഭമാണ് വേണ്ടത്. പരട്ടജനം എന്ത് പറഞ്ഞാലും അവർക്ക് ഒരു തേങ്ങയില്ല.